കൊച്ചി മേയർ പ്രഖ്യാപനത്തിൽ അനുനയത്തിന് വഴങ്ങാതെ ദീപ്തി മേരി വർഗീസ്. KPCC സർക്കുലർ മറികടന്ന് തീരുമാനമെടുത്തെന്ന് തുറന്നടിച്ച് ദീപ്തി. നീക്കത്തിന് നേതൃത്വം നൽകിയവർ മറുപടി പറയണം. ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായെന്നിരിക്കും. ആ വീഴ്ചകൾ തെറ്റ് തിരുത്തി പോകുന്നതാണ് എപ്പോഴും പ്രസ്ഥാനത്തിന് നല്ലത്. അങ്ങനെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നേണ്ടത് അത് ചെയ്ത് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവരാണത് ചെയ്യേണ്ടത്. ഏകപക്ഷീയമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ മറുപടി. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്ന് നിയുക്ത മേയർ VK മിനിമോൾ ഹലോ മലയാളത്തിൽ. ഞാനും ദീപ്തിയും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നതും. ദീപ്തിയുടെ അനുഭവ സമ്പത്തും പരിചയവുമൊക്കെ കൊച്ചിയുടെ വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. മേയർ പദവിയിലേക്ക് ദീപ്തി മേരി വർഗീസിനെ വെട്ടിയതിനെ ചൊല്ലി കോൺഗ്രസിൽ തമ്മിലടി. ഗ്രൂപ്പ് മാനേജർമാർ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന് അജയ് തറയിൽ ന്യൂസ് മലയാളത്തോട്. ദീപ്തി മേരി തന്നെയാണ് മേയറാകുക എന്നൊരു ഫീലിങ്ങിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പാർട്ടി ആർക്കും പോക്കറ്റിലിട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് മാത്യു കുഴൽനാടന്റെ ഒളിയമ്പ്. കൊച്ചിയിലേത് ശരിയായ തീരുമാനമെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ. പാർട്ടി തീരുമാനം അന്തിമമെന്ന് KC വേണുഗോപാൽ. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെയുണ്ടായ BJP ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. ആക്രമണത്തെക്കാൾ വേദനിപ്പിച്ചത് BJP നേതാക്കളുടെ അധിക്ഷേപമെന്ന് രക്ഷിതാക്കൾ. ഈ പറഞ്ഞ ആളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഈ 6, 7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുന്നുള്ളതാണെന്ന് പറയണത് എത്രത്തോളം ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇത് കേരളമാണത്, അല്ലാതെ UP ഒന്നും അല്ലാതെ. ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക ബാവ. കേക്കുമായി വീടുകളിൽ എത്തുന്നവരിൽ ചിലർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെന്ന് പ്രതിപക്ഷ നേതാവ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. വിഗ്രഹങ്ങൾ വാങ്ങിയെന്ന് വിദേശ വ്യവസായി പറഞ്ഞ ഡി മണി എന്നയാൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് SIT. ഇന്നോ നാളെയോ ചോദ്യം ചെയ്യാൻ നീക്കം. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പരിശോധന. കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. ISROയ്ക്ക് ചരിത്ര നിമിഷം. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഭ്രമണപഥത്തിൽ. ദൗത്യത്തിലേക്ക് കുതിച്ച് ഇന്ത്യയുടെ കരുത്തുറ്റ ലോഞ്ച് വെഹിക്കിളായ Mark 3 വിക്ഷേപിച്ചത് അമേരിക്കൻ കമ്പനിയുടെ ഉപഗ്രഹം. Mark 3ക്ക് 100% വിജയനിരക്കെന്ന് ഇസ്രോ ചെയർമാൻ. യുക്രൈൻ നഗരമായ സിവേഴ്സ്ക് പിടിച്ചെടുത്തെന്ന അവകാശവാദവുമായി റഷ്യ. 2 നഗരങ്ങൾ കൂടി ഉടൻ പിടിച്ചെടുക്കുമെന്നും റഷ്യയുടെ മുന്നറിയിപ്പ്. ഷൈറ്റോമിർ മേഖലയിലുണ്ടായ വ്യോമാക്രമണത്തിൽ 4 വയസ്സുകാരനടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിച്ച് കുഞ്ഞു മുഹമ്മദ്. പരാതി വ്യാജമെന്ന് മൊഴി. വിട്ടയച്ചത് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ. പാലക്കാട് അട്ടപ്പാടിയിൽ മോഷണക്കുറ്റം ആരോപിച്ച് ആദിവാസി യുവാവിന് ക്രൂരമർദ്ദനം. പാലൂർ സ്വദേശി മണികണ്ഠന്റെ തലയ്ക്ക് പരിക്ക്. ആക്രമിച്ചത് ആദിവാസികളിൽ നിന്ന് കാട്ടിലെ വേരുകൾ ശേഖരിച്ച് വിൽക്കുന്ന രാമരാജ്. പരാതി നൽകിയിട്ടും പോലീസിന് നിസ്സംഗതയെന്ന് കുടുംബം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയിൽ ഇന്ന് നിർണായക ചർച്ച. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ KN ബാലഗോപാൽ കൂടിക്കാഴ്ച വൈകിട്ട്. കേന്ദ്രം വെട്ടിക്കുറച്ചത് 5900 കോടി രൂപയുടെ കടമെടുപ്പ് പരിധി. ന്യൂസ് മലയാളം ബിഗ്ഗസ്റ്റ്. ഇരവിപുരം സീറ്റ് ആവശ്യപ്പെട്ട ലീഗിനെ കടന്നാക്രമിച്ച് RSP നേതാവ് AA അസീസ്. 4 3 7 പേരാണ് ലീഗിലുള്ളതെന്ന് പരിഹാസം. അവർക്ക് മത്സരിക്കാൻ ആളില്ല. 3 സീറ്റ് മത്സരിച്ചില്ല, 2 സീറ്റേ മത്സരിച്ചോളൂ. അങ്ങനെ ആളില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലം ആവശ്യപ്പെടുക. നാണം വേണ്ടേ ഇത് ചോദിക്കാൻ? പക്വതയുള്ള ലീഡർഷിപ്പ് ലീഗിലില്ല ഇപ്പോൾ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ആളെ കിട്ടിയില്ലെന്ന് ആരോപണം. സ്ഥാനാർത്ഥി ചർച്ച ഉടൻ ആരംഭിക്കുമെന്നും എ അസീസ്. ഗുരുവായൂർ സീറ്റിൽ കണ്ണുവെച്ച കോൺഗ്രസ് നീക്കം മുളയിലെ നുള്ളാനുറച്ച മുസ്ലിം ലീഗ്. DCC പ്രസിഡന്റ് ജോസഫ് രാജറ്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ ലീഗ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷ വിമർശനം. സാദിഖ് അലി തങ്ങളെ കണ്ട് പരാതി അറിയിക്കാൻ തീരുമാനം. കണ്ണൂർ പാനൂർ നഗരസഭാ ചെയർപേഴ്സനെ ചൊല്ലി ലീഗിൽ തർക്കം. ഉമൈസ തിരുവമ്പാടിയെ പിന്തുണച്ച് നഗരത്തിൽ പ്രകടനം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം. തൃശൂർ മേയർ പ്രഖ്യാപനവും നീളുന്നു. സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ച് നാളെ പ്രഖ്യാപനമെന്ന് DCC അധ്യക്ഷൻ ന്യൂസ് മലയാളത്തോട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HMTയുടെ ഫ്യൂസൂരി KSEB. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ ഇരുട്ടിലായി കമ്പനി. നടപടി 32 കോടി രൂപ കുടിശ്ശിക വരുത്തിയതോടെയെന്ന് KSEBയുടെ വിശദീകരണം. 2 മാസത്തെ കുടിശ്ശിക അടച്ചിരുന്നെന്ന് കമ്പനി. ഒരു ലക്ഷം പിന്നിട്ട സ്വർണ്ണവില ഇന്നും കൂടി. പവന് വർദ്ധിച്ചത് 280 രൂപ. ഒരു പവന്റെ വില 1,18,880 രൂപ. ട്രെയിൻ യാത്രയ്ക്കിടെ CPIM നേതാവ് PK ശ്രീമതിയുടെ ബാഗും ഫോണും കവർന്നു. മോഷണം പോയത് കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലേക്ക് പോകും വഴി. ബാഗും മൊബൈലും തിരിച്ചറിയൽ കാർഡുകളും നഷ്ടമായി. റെയിൽവേ പോലീസിൽ പരാതി നൽകി. വിവാദ പോലീസ് ഉദ്യോഗസ്ഥൻ ഉമേഷ് വള്ളിക്കുന്ന് സേനയിൽ നിന്ന് പുറത്ത്. നടപടി തുടർച്ചയായ അച്ചടക്ക ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി. ഉന്നത ഉദ്യോഗസ്ഥരെ നിരന്തരം വിമർശിച്ച് വാർത്തകളിൽ ഇടം നേടിയ വിവാദ നായകൻ. കൊച്ചി മട്ടാഞ്ചേരിയിൽ ജയിൽ ജീവനക്കാർക്ക് നേരെ തടവുകാരന്റെ പരാക്രമം. സെല്ലിൽ കയറാൻ പറഞ്ഞതിന്റെ പേരിൽ മർദ്ദിച്ചത് തൻസീർ. ആക്രമിച്ചത് കുടിവെള്ള പാത്രത്തിന്റെ ഇരുമ്പ് മൂടി ഉപയോഗിച്ച്. 2 ജീവനക്കാരുടെ കൈക്ക് പൊട്ടൽ. സാമ്പത്തിക തട്ടിപ്പിൽ രാജ്യം വിട്ട വ്യവസായി വിജയ് മല്യ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തണമെന്ന് ബോംബെ ഹൈക്കോടതി. തിരികെ വന്ന ശേഷം ഹർജികൾ പരിഗണിക്കാമെന്ന് കോടതി. ഹർജി നൽകിയത് സാമ്പത്തിക കുറ്റവാളിയല്ലെന്ന് പ്രഖ്യാപിച്ചതിനെതിരെ. ഹിന്ദി സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വിനോദ് കുമാർ ശുക്ല വിടവാങ്ങി. അന്ത്യം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ. വിടവാങ്ങിയത് മാജിക്കൽ റിയലിസത്തിന് പുതിയ മാനം നൽകിയ എഴുത്തുകാരൻ. അസമിലെ കർബി ആംഗ്ലോങ് മേഖലയിൽ സംഘർഷം രൂക്ഷം. 2 പേർ കൊല്ലപ്പെട്ടു. പോലീസുകാർക്ക് ഉൾപ്പെടെ 45 പേർക്ക് പരിക്ക്. 2 ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ച് സർക്കാർ. കുടിയേറ്റം 10% കൂടി വർദ്ധിച്ചാൽ അസമിനെ ബംഗ്ലാദേശിനൊപ്പം ചേർക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ക്രിസ്മസ് ദിനങ്ങളിലും വെടിനിർത്തലിന് വഴങ്ങാത്ത റഷ്യയുടെ നിലപാടിൽ നിരാശ പരസ്യമാക്കി ലിയോ 14 മാർപ്പാപ്പ. സമാധാനം പാലിക്കാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. 24 മണിക്കൂർ നേരത്തേക്ക് മാത്രമായി ആവശ്യപ്പെടുന്ന വെടിനിർത്തലിന് റഷ്യ വഴങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും മാർപ്പാപ്പ. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെതിരെ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി യുവജന നേതാവ് ഉസ്മാൻ ഹാദിയുടെ കുടുംബം. ഹാദിയെ കൊന്നത് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനെന്ന് സഹോദരൻ ഷെരീഫ് ഒമർ ഹാദി. ഇടക്കാല സർക്കാർ തലവനായ മുഹമ്മദ് യൂനുസാണ് കൊലപാതകത്തിന് ഉത്തരവാദിയെന്നും ആരോപണം. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ തകർക്കാൻ ബഹിരാകാശത്ത് റഷ്യൻ പദ്ധതിയെന്ന് നാസ റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് ലോഹപാളികൾ ഒരേ സമയം അയച്ച് ഉപഗ്രഹങ്ങളെ പ്രവർത്തനരഹിതമാക്കാൻ ശ്രമമെന്ന് സംശയം. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ റഷ്യൻ താവളങ്ങൾ കണ്ടെത്താൻ യുക്രൈൻ ഉപയോഗിക്കുന്നുവെന്ന് ആരോപണം. അമേരിക്കയിലെ ടെക്സസിൽ ചെറുവിമാനം തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം 6 അപകടത്തിൽപ്പെട്ടത് രോഗിയുമായി പോയ മെക്സിക്കൻ വിമാനം. അപകട സമയത്ത് മേഖലയിൽ കനത്ത മൂടൽമഞ്ഞെന്ന് റിപ്പോർട്ട്. വെനസ്വേലൻ കപ്പലുകൾ ഒന്നൊന്നായി പിടിച്ചെടുത്തതിന് പിന്നാലെ ആരോപണ ശരം തുടർന്ന് ഡൊണാൾഡ് ട്രംപ്. മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്ക് ധനസഹായം നൽകാൻ വെനസ്വേല എണ്ണ വരുമാനം ഉപയോഗിക്കുന്നുവെന്ന് ആരോപണം. പിടിച്ചെടുത്ത കപ്പലുകളിലെ എണ്ണ വിൽക്കുമെന്ന് സൂചന നൽകി ട്രംപ്. അമേരിക്ക നടത്തുന്നത് കടൽ കൊള്ളയെന്ന് വെനസ്വേല. ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് തീം പാർക്ക് ചൈനയിൽ തുറന്നു. ഹാർബിൻ ഐസ് ആൻഡ്
സ്നോ വേൾഡിലേക്ക് സന്ദർശക പ്രവാഹം. ഇത്തവണത്തെ പ്രത്യേകത AI ഗൈഡ് സേവനങ്ങളും സ്മാർട്ട് ലൈറ്റിംഗ്. ഷാരൂഖ് ഖാന്റെ ഡോൺ 3-യിൽ നിന്ന് രൺബീർ സിംഗ് പിന്മാറിയതായി റിപ്പോർട്ട്. അപ്രതീക്ഷിത പിന്മാറ്റം. ദുരന്തർ ബോക്സ് ഓഫീസിൽ വിജയം കൊയ്യുന്നതിനിടെ മറ്റൊരു സൂപ്പർ താരത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ നിർമ്മാതാക്കൾ. വിജയ് ഹസാരെ ട്രോഫിയിൽ തകർത്തടിച്ച് റെക്കോർഡ് കുറിച്ച് കൗമാരതാരം വൈഭവ് സൂര്യവംശി. ലിസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 14-കാരൻ 84 പന്തിൽ അടിച്ചെടുത്തത് 190 റൺസ്. ബീഹാർ താരമായ വൈഭവിന്റെ നേട്ടം അരുണാചലിനെതിരായ മത്സരത്തിൽ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് തലസ്ഥാനത്തെത്തും. 3 20-20 മത്സരങ്ങൾക്കായി ടീം എത്തുന്നത് തുടർ ജയങ്ങളോടെ. വൈകിട്ട് 5:40 വിമാനമിറങ്ങും. മൂന്നാം മത്സരം 26-ന് കാര്യവട്ടത്ത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായെന്ന് KCA.